Hey all, this is me Arul here. So welcome back to pre and post market session. So ഇന്ന് നമുക്ക് അത്യാവശ്യം മാർക്കറ്റ് നല്ലതായിരുന്നു എന്ന് പറയാൻ കഴിയില്ല ബിക്കോസ് നമ്മൾ ബയ്യേഴ്സ് ആണ് അല്ലെ, ഓപ്ഷൻ ബയ്യേഴ്സ് ആണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത്. ബട്ട് ഐ തിങ്ക് ഓപ്ഷൻ ബൈയിങ് ആണ് ബേസിക്കലി ചെയ്യുന്നത്. നമുക്ക് ബേസിക്കലി കോൾ ഇന്ത്യ നമുക്ക് ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തു. ബട്ട് എൻഡിൽ നമുക്ക് ചെറിയ ലൈക്ക് ഓൾമോസ്റ്റ് എൻട്രി പോയിന്റ് നിയർലി വന്ന് നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അതർ ദാൻ ദാറ്റ് ലൈക്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി വല്ലാത്തൊരു കൺസോൾട്ടേഷനിലായിരുന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റിൽ വിചാരിച്ചു ഓക്കെ ഫൈൻ ദാറ്റ് കൺസോൾട്ടേറ്റ്, ബട്ട് ഒരു വ്യൂ അത്യാവശ്യം ലൈക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെയറിഷ് വ്യൂ തന്നെ ആയിരുന്നു. ബട്ട് എന്നാൽ അത് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ലൈക്ക് ഫുള്ളി നമുക്കൊരു ബെയറിഷ് എന്ന രീതി എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങി. ബട്ട് എന്നാൽ അത് സൈഡ് വേസ് ആകാൻ തുടങ്ങി. ബട്ട് മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ നമ്മളൊരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബെയറിഷ് കാണിക്കുന്നു, നിഫ്റ്റി ബാങ്കും ഫിൻ നിഫ്റ്റിയും ബുള്ളിഷ്, അല്ലല്ല നിഫ്റ്റി ബാങ്കും ബുള്ളിഷ് കാണിക്കുന്നു, ബട്ട് ഫിൻ നിഫ്റ്റി ഓൾമോസ്റ്റ് ലൈക്ക് ന്യൂട്രൽ ആയിരുന്നു. അപ്പൊ ഡൗ തിയറിയുടെ ബേസിസിൽ ഇൻഡീസസ് എല്ലാം മറ്റേ ടൈം ഒരുപോലെ മൂവ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു മൊമെന്റം കാണത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊരു മൊമെന്റം ട്രേഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ചാൻസസ് ഇല്ല എന്ന് ഓൾറെഡി ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് നോക്കാം ഇന്ന് എങ്ങനെയായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും നാളെ എങ്ങനെ ആയിരിക്കാം മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ലെറ്റ് സി. സോ നിഫ്റ്റിയില് നമുക്ക് നാളത്തെ ഇതുണ്ട്, ഇന്നത്തെ കൺസോൾട്ടേഷൻ ആണ് ഇത്. കണ്ടോ, 15 മിനിറ്റ്സിൽ കൺസോൾട്ടേറ്റ് ലാസ്റ്റ് ഒരൊറ്റ ക്യാൻഡിൽ ബുള്ളിഷ്മെന്റ് തന്നു. ബട്ട് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ, അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടിൽ നിന്ന് അത് റെസ്പെക്ട് ചെയ്തതാണ്. ഓൾസോ നമുക്ക് കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് ഒരു 3 ദിവസമായിട്ട് നമുക്ക് ലൈക്ക് കമ്പാരിറ്റീവ്ലി ലോസ് ആണ്. ബട്ട് എന്നാൽ കുഴപ്പമില്ല, ഒബ്വിയസ്ലി ലോസസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്? റിസ്ക് മാനേജ്മെന്റ് ബേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ സ്റ്റോക്ക് ഓപ്ഷൻസ് നമുക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. സോ നിഫ്റ്റി 50 റൈറ്റ്. സോ നിഫ്റ്റി 50 നമുക്ക് നാളെ ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു സെഡൻ ഹൈ, അതായത് 18,749, ഒബ്വിയസ്ലി ഇത് 700 നിന്ന് ടച്ച് ചെയ്തിട്ട് റീട്രേസ് ആയതാണ്, ഫോൾ ആയതാണ്. 18,700 പറഞ്ഞ അത്യാവശ്യം ചില റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. സോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് 18,749 ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, റൈറ്റ്, 18,749 നമുക്ക് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബുള്ളിഷ് വ്യൂ ആയിട്ട് കീപ്പ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് 18,887 വരെ പോകാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. റൈറ്റ്, ലെറ്റ്സ് സീ ദാറ്റ് വൺ, റൈറ്റ്. ഇല്ലെങ്കിൽ അതിന് മുമ്പത്തെ ചെറിയ മൈനർ ടാർഗറ്റ്സ് ഉണ്ട്. നാളെ മാർക്കറ്റ് ലൈവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ലൈവ് ട്രേഡിംഗിൽ നാളെ എന്തായാലും ഷെയർ ചെയ്യുന്ന ഒരു കാര്യം. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് നിഫ്റ്റി. ബെയറിഷ് കൂടെ നോക്കട്ടെ നിഫ്റ്റിയിലെ. ബെയറിഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ ഇതുണ്ട്, ഇതൊരു ലൈക്ക് ഒരു മേജർ ലോ ആണ്. അത്യാവശ്യം ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് 18,554 നമ്മൾ ചെയ്യാവുന്നതാണ്. സോ നേരെ ടെലഗ്രാമിൽ പോയി ചെക്ക് ചെയ്താൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. റൈറ്റ്, ആൻഡ് അബൌട്ട് നിഫ്റ്റി ബാങ്ക് അല്ലെ. കണ്ടോ നിഫ്റ്റി ബാങ്ക് ഇന്നത്തെ കൺസോൾട്ടേഷൻ കണ്ടോ, വല്ലാത്തൊരു കൺസോൾട്ടേഷൻ തന്നെയാണിത്. സോ നമുക്ക് ബുള്ളിഷ് കീപ്പ് ചെയ്യാനായിട്ട്, ബെയറിഷ് കീപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ഔട്ട് ചെയ്യുക, അതായത് ഓൾമോസ്റ്റ് ലൈക്ക് 43,543 ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെയറിഷ് ആകാവുന്നതാണ് മാർക്കറ്റിൽ. ഇതിനപ്പോൾ ബുള്ളിഷ് ആകണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ഇടണം. അങ്ങനെയാണെങ്കിൽ അത് അത്ര കൺഫർമേഷൻ, ഇതൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ ഒരു 1% ഒക്കെ വെക്കാവുള്ളൂ. മേജർ ട്രെൻഡ് ലൈൻസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് അത്യാവശ്യം നല്ലൊരു മൊമെന്റം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് 2% കീപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് 1% വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതെന്ന് പറയുന്നത് ലൈക്ക് ഒരു ബാലൻസ് ചെയ്യുക എന്നൊരു പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. റൈറ്റ്, ഗുഡ്. വിത്ത് ബുള്ളിഷ് ട്രേഡ് ഇവിടെ വരുന്നു, ബെയറിഷ് ട്രേഡ് ഇവിടെ വരുന്നു, ബെയറിഷ് വ്യൂ ഇവിടെ ബേസിക്കലി വരുന്നു. ഫൈൻ. സോ നമുക്ക് ഇനിയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൻ നിഫ്റ്റി ആണ് നമുക്ക് വേറെ നോക്കാനുള്ളത്. റൈറ്റ്, ഫിൻ നിഫ്റ്റിയിൽ ലെവൽസ് മാർക്ക് ചെയ്തിട്ടില്ല, അറിഞ്ഞുകൊണ്ട് വിട്ടതാണ്. എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് എന്നൊരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒബ്വിയസ്ലി നമുക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലൈക്ക് ഫുള്ളി അത് തന്നെ എടുത്ത് കാണിച്ചു തരാനായിട്ട് കഴിയില്ല. റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഒബ്വിയസ്ലി, അതല്ല. ബട്ട് കോമൺലി മൾട്ടി ടൈം ഫ്രെയിം ഞാൻ ബേസിക്കലി ചെയ്യുന്ന മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് തന്നെയാണ്, പ്രൈസ് ആക്ഷൻ ആണ്. അത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏതൊരു ചാർട്ട് എടുത്തു കഴിഞ്ഞാലും ഏറ്റവും ഹയസ്റ്റ് ടൈം ഫ്രെയിം, ഏറ്റവും ഹയസ്റ്റ് അത്യാവശ്യമുള്ള ഹയസ്റ്റ് ടൈം ഫ്രെയിം തന്നെ എടുക്കുക. സോ ഇത് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുന്നത്? മേജർ ആയിട്ടുള്ള ലെവൽസ് നമുക്ക് കിട്ടും. ലെറ്റ്സ് സേ ഇത് കണ്ടോ, ഇതൊരു മേജർ ലെവലാണ്. റൈറ്റ്, ഹിയർ വി ഗോ വിത്ത് യെസ്, ഇതൊരു മേജർ ലെവലാണ്. അപ്പൊ ഞാൻ അതിനെ അവിടെ മാർക്ക് ചെയ്തു. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ ഈ ഒരു ലോയും നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. റൈറ്റ്, ഈ ഒരു ലോയും കൂടെ ഞാൻ മാർക്ക് ചെയ്തു. ഇച്ചിരി കൂടെ അങ്ങോട്ട് മാക്സിമം നമ്പർ ഓഫ് ടച്ചസ് കിട്ടുന്ന രീതിയിൽ എങ്ങനെയാണ് സപ്പോർട്ട്, എങ്ങനെയാണ് റെസിസ്റ്റൻസ് വരയ്ക്കേണ്ടത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ദെൻ എന്താണ്? നേരെ അതിന്റെ അടുത്ത ടൈം ഫ്രെയിമിലോട്ട് വരിക. വീക്ക്ലിയിലോട്ട് വന്നു. വീക്കിലി വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന എന്താണ്? ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ റേഞ്ചിൽ കടന്ന് ഇങ്ങനെ മാർക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കറന്റ് ട്രെൻഡ് എന്താണ്? കറന്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അപ് ട്രെൻഡ് തന്നെയാണ്. ഫൈൻ. അപ്പൊ നമുക്ക് അവിടെ സ്പെഷ്യൽ ലെവൽസ് ഒന്നും മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ അവിടെ കാണുന്നില്ല.
സോ ഞാനിത് പിന്നെയും ചെയ്തു. ഓക്കെ, പിന്നെ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ, എനിക്കിവിടെ കുറെ അധികം ലെവൽസ് കിട്ടുന്നുണ്ട്. ഞാൻ ഈ ലെവൽസ് എല്ലാം കൂടെ കണക്ട് ചെയ്തു. ഇതെന്താണ്? അപ്പൊ ഈ ഒരു സെർട്ടൺ ലെവലിന് താഴത്തേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെയറിഷ് ആകാൻ കഴിയും. ഗുഡ്. അത് മാത്രമല്ല, ഈ ഒരു ലെവൽസിന് മുകളിലേക്ക് മാർക്കറ്റ് പോയാൽ നമുക്ക് ബുള്ളിഷ് ആകാനും കഴിയും. ലെവൽസ് കിട്ടിയില്ലേ? ഇതിന് 1 അവറിലോട്ട് ഞാൻ പിന്നെ മാറ്റി കുറയ്ക്കുക. നമ്മൾ ടൈം ഫ്രെയിം ഇങ്ങനെ കുറച്ച് വന്നുകൊണ്ടിരിക്കുക. ദെൻ സി, ഇപ്പൊ നമുക്ക് പിന്നെയും ചെറുതായിട്ടൊന്ന് ടൈം ഫ്രെയിം ഇതാക്കി കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇതിന് താഴെ, ഈ ഒരു സെർട്ടൺ ലെവലിന് താഴെ, ഇന്നത്തെ ലെവലിന് താഴെ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെയറിഷ് ആകാവുന്നതാണ്. എവിടം വരെയാണ്? ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ കീപ്പ് ചെയ്യാം, സെക്കൻഡ് ടാർഗറ്റ് ഇവിടെയും കീപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ഒരു ആംഗുലർ സപ്പോർട്ട് തന്നെ ആക്ട് ചെയ്യാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. സോ നമുക്ക് ഇവിടെ ബെയറിഷ് എന്ന് കൊടുക്കാം. ഗുഡ്, ഫൈൻ, പെർഫെക്റ്റ്. ഇതിപ്പോ 1 അവറിലാണ്, 50 മിനിറ്റ്സ് ആയാലും നമ്മൾ എൻട്രി എടുക്കുന്നത്. എപ്പോഴും നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കുന്നത് ഒരു ടൈം ഫ്രെയിം ഹയറിൽ വരയ്ക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. റൈറ്റ്? ദെൻ ബുള്ളിഷ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനപ്പോ ബുള്ളിഷ് കീപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഒന്നുകൂടെ മൊമെന്റ് ഒന്ന് കൺഫേം ചെയ്യുകയാണ്. ഓക്കെ, ഫൈൻ, ഗുഡ്. അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് ഉണ്ട്. ബട്ട് എന്നാൽ നമുക്ക് നല്ലൊരു മൊമെന്റം ഗ്രാബ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. ഇവിടെ ആയിരിക്കും നമ്മുടെ ബുള്ളിഷ് കീപ്പ് ആവുന്നത്. ഇത് ജസ്റ്റ് ലൈക്ക് 2% ചെയ്യാൻ പറ്റുന്ന രീതി, 2% ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് ഞാൻ ചെയ്യുകയാണ്. ബാക്കിയുള്ള ചേഞ്ചസ് ഒക്കെ നാളെ നമുക്ക് ലൈവ് സെഷനിൽ കാണാവുന്നതാണ്. എങ്ങനെ മാർക്കറ്റിനെ ചെയ്യാമെന്നുള്ള ഒരു കാര്യം, ലൈക്ക് ഫേസ് ചെയ്യാമെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിന് തന്നെയാണ്. സോ ജസ്റ്റ് ഓക്കെ, ഗുഡ്. സോ നമുക്ക് ഈ ഒരു സെർട്ടൺ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഇതിന് മുകളിൽ, നാളെ മാർക്കറ്റ് ഇതിന് മുകളിലേക്കാണ് പുഷ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ബുള്ളിഷ് ഇവിടെ കൊടുക്കാം. 1% ആണ് കേട്ടോ ഇത് ജസ്റ്റ് ലൈക്ക് 1% മാത്രമായിരിക്കും. ഇതിന് മുകളിലേക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഇവിടെ കീപ്പ് ചെയ്യുക, ആൻഡ് യു ബി ഹാവിംഗ് സെക്കൻഡ് ടാർഗറ്റ് അറൗണ്ട് ഹിയർ. സിമ്പിൾ. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ അനാലിസിസ് ചെയ്യേണ്ടത്. മനസ്സിലായിട്ടില്ല, ഒന്നും വേണ്ട, ജസ്റ്റ് നേരെ പോയിട്ട് ബാക്കിലോട്ട് പോയി ഒന്ന് റിവൈൻഡ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ദെൻ പ്രീമിയം ഗ്രൂപ്പിൽ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ കുറെ അധികം ആൾക്കാർ ചെയ്തിട്ടുണ്ട്. 180+ നമുക്ക് വന്നിട്ടുണ്ട്. സോ ഇനിയും നിങ്ങൾക്ക് ഒരു 1 മന്തിലത്തേക്ക് ഫ്രീ സബ്സ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട. താഴെ കാണുന്ന അപ്സ്റ്റോക്സിന്റെ ലിങ്ക് ഉണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഓൾറെഡി അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. ബട്ട് എന്നാൽ വേറെ ഏതെങ്കിലും ബ്രോക്കേഴ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് ഉപയോഗിച്ചിട്ട് അപ്സ്റ്റോക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ട്, ഐ മീൻ ലൈക്ക് അപ്സ്റ്റോക്സിൽ ഒരു അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തതിന്റെ സ്ക്രീൻഷോട്ട് ജസ്റ്റ് ലൈക്ക് നമ്മുടെ നമ്പർ 7012457522 നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ട്. അതിലോട്ടൊന്ന് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മന്ത് പ്രീമിയം ഗ്രൂപ്പിൽ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ട്. ഗുഡ്. സോ എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാ ദിവസവും ലൈവ് ട്രേഡ്സ് ഉണ്ട്. രാവിലെ 9 മണി മുതൽ 3:30 വരെ ലൈവ് ട്രേഡ്സ് ഉണ്ട്. അത് മാത്രമല്ല, ഈ വരുന്ന ജൂലൈ 15-ാം തീയതി നമ്മുടെ 15th ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്തായാലും എല്ലാവരും ജോയിൻ ചെയ്യാം. ഏറ്റവും ഹൈലൈറ്റ് എന്താണ്? 110%, അല്ല സോറി 110% ആണ് നമുക്ക് റീഫണ്ട് ഉള്ളത്. എന്തുകൊണ്ടാണ്? അതായത് നിങ്ങളിപ്പോ ലൈക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 വീക്ക് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നുകയാണ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ, വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻ, അല്ലെ എന്താണ് പ്രോബ്ലം എന്ന് പോലും ചോദിക്കാതെ 100% അല്ല 110% റീഫണ്ട് ഉണ്ട്. ഫൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ, കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ആരും 110% കൊടുക്കുന്നുണ്ടോ റീഫണ്ട്? ഇല്ല. നമ്മൾ എന്നിട്ടാണ് എന്തുകൊണ്ട് ഇത് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് 100% ഷുവർ ആണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിൽ 100% ഷുവർ ആണ്. ആരും ബാക്ക് ഓഫ് ഹാൻഡ് സിറ്റുവേഷൻ വരത്തില്ല. റൈറ്റ്? സെക്കൻഡ്ലി, ലൈവ് ട്രേഡിംഗ് ചെയ്ത് കേരളത്തിൽ ഏത് അക്കാഡമിയും പഠിപ്പിക്കുന്നില്ല കറന്റ്. ഡെയിലി 9 to 3:30 പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ 9 to 3:30 നമ്മൾ ഇനി ചെയ്യുന്നുണ്ടത്. ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സോ ലൈവായിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കുക. ഇങ്ങനെയാണ് ട്രേഡിംഗ് പഠിക്കേണ്ടത്. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കാം. ക്ലാസ്സിൽ ഇരുന്നിട്ട് ലൈക്ക് സെഷൻസിൽ ഇരുന്നിട്ട് ജസ്റ്റ് റെക്കോർഡിംഗ് മാത്രം കേട്ടാൽ പോരാ. ഇത് നമുക്ക് ഇവോൾവ് ചെയ്ത് വന്നതാണ്. നമ്മളും ഇത് തന്നെയായിരുന്നു. ഓക്കെ ഫൈൻ, സെഷൻസ് കൊടുക്കുന്നുണ്ട്, ലൈവ് ട്രേഡിങ്സ് കൊടുക്കുന്നുണ്ട്. ലൈക്ക് എല്ലാ ബാച്ചസിലും മേ ബി 1-2 ലൈവ് ട്രേഡ്സ് കൊടുക്കുന്നുള്ളായിരുന്നു. ബട്ട് അത് ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. ഇപ്പൊ നമുക്കത് മനസ്സിലായി. അത് എല്ലാ ദിവസവും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ആവും. റൈറ്റ്? അത് മാത്രമല്ല, ഏറ്റവും ലീസ്റ്റ് പ്രൈസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഉള്ള ടോട്ടൽ ഫേസ് തന്നെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ടാണ്. ഓരോ ഫേസ് ആയിട്ട് മാത്രം ചെയ്താൽ മതി. ഇപ്പൊ ഫസ്റ്റ് ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത ഫേസ് ചെയ്യാനായിട്ട് ടൈം വേണമെന്നുണ്ടെങ്കിൽ ഇത് വിട്ടിട്ട് അടുത്ത ബാച്ച് ഒരു 2 months കഴിയുമ്പോൾ അടുത്ത ബാച്ച് വരുന്നുണ്ട്, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചെയ്യാം. റൈറ്റ്?
സൂപ്പർ ഗ്രേറ്റ്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബാച്ച് ജോയിൻ ചെയ്യുന്നവർക്ക് 1 month ഫ്രീ സബ്സ്ക്രിപ്ഷൻ ടു പ്രീമിയം ചാനലും ഉണ്ട്. റൈറ്റ്. സോ ടോട്ടലി എങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ മെമ്പർ ആവുകയും ചെയ്യാം, സക്സസ്ഫുൾ ട്രേഡേഴ്സ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് ജനറേറ്റ് ചെയ്ത് ഇറങ്ങാനും പറ്റും. സോ സീ യു ഓൾ ടുമോറോ. നാളെ രാവിലെ 9 മണിക്ക് ലൈവ് സെഷൻ കാണാം. സീ യു ഓൾ. ബൈ.